ടീച്ചർ ഇന്ന് നമ്മളോടൊപ്പമില്ല. എന്നാലും ആ കവിതകളിലൂടെ പ്രണയവും പ്രകൃതിയോടുള്ള അടങ്ങാത്ത സ്നേഹവും സാമൂഹ്യ അനീതിക്കെതിരെ ഉയർന്ന ഉറച്ച ശബ്ദങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, അടുത്തറിഞ്ഞിട്ടുണ്ട്. 6.5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ആ കാവ്യസവിരയ്ക്ക് തിരശീല വീഴുമ്പോൾ ആ അനുഭവങ്ങൾ നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണ്. കവയിത്രിയും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകയും ഒക്കെയായിരുന്ന ടീച്ചറെ അടുത്തുനിന്നും അകന്നുനിന്നും അറിഞ്ഞ അതിഥികൾ ഇന്ന് ആ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ്. നമ്മൾ തൃശ്ശൂർ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. സ്മിത, താങ്കൾ ഒരു യുവ സാഹിത്യകാരിയാണ്, അതോടൊപ്പം തന്നെ ബ്ലോഗറാണ്. അപ്പോൾ നവമാധ്യമങ്ങളിലൂടെയുള്ള സുഗതകുമാരി ടീച്ചറിൻ്റെ ഈ ഒരു നികത്താനാവാത്ത നഷ്ടം എങ്ങനെയാണ് ഈ പുതിയ എഴുത്തുകാരിൽ പ്രതിഫലിച്ച് കാണുന്നത്? എങ്ങനെയാണത് വിലയിരുത്തുന്നത്? എങ്ങനെയാണത് വിശദമാക്കാം? സുഗതകുമാരി ടീച്ചറുടെ കവിതകൾ ഞാൻ എൻ്റെ ഒരു കോളേജ് കാലഘട്ടം മുതൽ വായിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. ഇന്നും മനസ്സിൽ നിലനിൽക്കുന്ന കവിതകളായിട്ട് തന്നെയാണ് എനിക്കതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏത് കാലഘട്ടത്തിലും നിലനിൽക്കുന്ന കവിത എഴുതുന്നവരാണ്, ഭാഷ കൈകാര്യം ചെയ്യുന്നവരാണ് എന്നും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മുൻനിരയിൽ തന്നെ നിൽക്കുന്നവരെന്നുള്ളതിൽ സുഗതകുമാരി ടീച്ചർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നാറ് ആകാശത്തിലുള്ള നക്ഷത്രക്കൂട്ടങ്ങളാണ് പോലെയാണ് സാഹിത്യ ലോകത്ത് സുഗതകുമാരി ടീച്ചറുടെ കവിതകൾ എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അവരുടെ പല കവിതകളിലും എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള കവിത എന്ന് പറയുന്നത് രാത്രിമഴ, അതുപോലെ തന്നെ ദേവദാസി, അങ്ങനെ പിന്നെ ചെറിയൊരു പവിഴമല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത. ഒരുപാട് കവിതകൾ നമ്മളെ വല്ലാതെ ആകർഷിക്കുകയും നമുക്ക് സന്തോഷം തോന്നുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാം ഒരു ആർദ്രതയാണ് അവരുടെ മുഖമുദ്ര എന്ന് തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് അതിലുപരി തോന്നാറ് ശക്തമായ ഭാഷയാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടീച്ചറുടെ വിയോഗം നമുക്ക് നികത്താനാവാത്ത നഷ്ടം തന്നെയാണെന്നാണ് അഭിപ്രായം. ഇന്നലെ അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ സാഹിത്യലോകത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന പലരും വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് അതിനെ കാണാൻ കഴിഞ്ഞത്. ഒരു അമ്മ നഷ്ടപ്പെട്ട പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നീട് ഞാൻ പലപ്പോഴായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു ആളായിരുന്നു ടീച്ചർ. ടീച്ചറെ കാണാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു പബ്ലിക്കേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അന്ന് തീരെ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ കിടക്കുകയായിരുന്നെങ്കിൽ പോലും കാണാൻ അനുവാദം തന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തോന്നിയത്. അവിടെ അവരുടെ ഒരു കെയർ ടേക്കർ ഉണ്ടായിരുന്നു. നേരെ ചെന്നു, അമ്മയുടെ അടുത്ത് ഒരുപാട് സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് സാധാരണ എല്ലാവരും കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ തോന്നാറുണ്ടല്ലോ. എനിക്ക് മോഹമില്ലാതെ എന്നിട്ടല്ല, പക്ഷെ അമ്മയുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, ഫോട്ടോ ഒന്നും എടുക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എഴുത്തുകാരിയല്ലേ, നന്നായി എഴുതി ഉയരട്ടെ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അത് ആ അമ്മയുടെ ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരാളെ അവർക്ക് ഇത്രയും ആക്സെപ്റ്റ് ചെയ്ത് എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു വല്ലാതെ മനസ്സിന് ബുദ്ധിമുട്ട് തോന്നി ഈ ഒരു വിയോഗം. പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഒക്കെ ടീച്ചർ വളരെ മൃദുവായി തന്നെ തൻ്റെ കവിതകളിലൂടെ വാദിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടീച്ചറിൻ്റെ ആ ഭാഗം കവിതകളെ സ്മിത വിലയിരുത്തുന്നത്? മൃദുവായും എന്നാൽ ശക്തമായും എല്ലാവർക്കും വേണ്ടി നിലകൊണ്ട ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പല സമയത്ത് പല വിമർശനങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കവിത്രിയാണ് ടീച്ചറെങ്കിൽ പോലും ടീച്ചർ അതിനുള്ള മറുപടി വളരെ ശക്തമായ ഭാഷയിൽ കവിതയായിട്ട് തന്നെ എഴുതി കൊടുക്കുകയാണ് ചെയ്തിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. എനിക്കത് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം പലരും ഈ വിമർശനങ്ങളെ വേറെ രീതിയിൽ കാണുമ്പോൾ ടീച്ചർ അതിനുള്ള മറുപടി ഇത്രയും ശക്തമായ ഒരു കവിതയായിട്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുവരാന്ന് പറയുമ്പോൾ അത് എത്ര മനോഹരമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ ടീച്ചർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും പ്രകൃതിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ആ കവിതയുടെ പേര് ശരിക്കും ഓർമ്മയില്ല. ഒരു മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു 2 വരികൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്. അതായത് മിണ്ടിയില മുട്ടിലുശിരാർന്നവൾ നീന്തിയില്ല തുടങ്ങുന്ന ഒരു വരികളാണത്. അപ്പോൾ ഒരു കുട്ടിക്ക് മാനസിക വൈകല്യമുള്ള ആ കുട്ടിയെ ആ സമൂഹത്തിൽ വളർത്തുന്ന ബുദ്ധിമുട്ട് നോക്കിക്കാണുന്ന അമ്മയുടെ പ്രശ്നങ്ങളാണ് ശരിക്ക് അതിൽ കാണിക്കുന്നത്. അവസാനം അതിലുണ്ടാവുന്ന അനുഭവങ്ങൾ. അപ്പോൾ ടീച്ചർ വളരെ ശക്തമായ ഭാഷയിൽ അത് നമ്മളുടെ അടുത്ത് പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഒരു എഴുത്തുകാരിയെന്നോ അല്ലെങ്കിൽ വായനക്കാരിയെന്നോ ആസ്വാദകയെന്നോ നോക്കുമ്പോൾ എനിക്കത് വളരെയധികം
എല്ലാവർക്കും വേണ്ടി പറയുന്ന പോലെ തോന്നിയത്. അതായത് അവസാനത്തെ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ ചെയ്യുന്ന ഒരു അമ്മയുടെ വേദന അതിന് നിഴലിച്ച് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ടീച്ചറുടെ എഴുത്തുകളിൽ എനിക്ക് വേറൊരു കാര്യം തോന്നിയിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരുപോലെ തന്നെ പ്രണയവും ഒരുപോലെ തന്നെ തിരസ്കാരവും അതുപോലെ വേദനയും അതിൽ കൃത്യമായി കാണിക്കാറുണ്ട്. അപ്പം എനിക്ക് ദേവദാസി എന്നുള്ള കവിത ജോളി ടീച്ചർ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതും അത് തന്നെയാണ്. അവരെ ഒരു കാലത്ത് വളരെയധികം പരിലാളിച്ചിരുന്ന ആ ഒരു അവസരത്തിൽ തന്നെ അവരുടെ ആ ഒരു കാലം കഴിഞ്ഞപ്പോൾ അവരെ തിരസ്കരിക്കുന്ന ഒരവസ്ഥ എത്തപ്പെടുന്നുണ്ട്. അത് ശരിക്കും നമ്മളുടെയൊക്കെ ജീവന്റെ ഓരോ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കവിത തന്നെയാണ് അത്. അപ്പോൾ അവിടെ സ്ത്രീകളുടെ ഒരു സ്ത്രീകൾ എത്ര കണ്ട് പ്രസക്തമായൊരു ലോകത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും അവരെ എങ്ങനെ അപ്രസക്തമായി കാണുന്നു എന്നുള്ളത് പോലും അവരതിൽ കാണിക്കുന്നുണ്ട്. എങ്ങനെ സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നുള്ളതിനെക്കുറിച്ചും ടീച്ചർ വളരെ ഭംഗിയായി പറയുന്നുണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെയാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ അതിൽ സ്ത്രീ പുരുഷ സമത്വം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പല കവിതകളും ടീച്ചറെ വായിക്കുമ്പോൾ തോന്നിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പവിഴമല്ലി എന്നുള്ളൊരു കവിതയാണെങ്കിൽ വളരെ ശാന്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കവിതയിലെ വരികൾക്കപ്പുറം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, വളരെ ശാന്തമായി നമ്മുടെ ജീവിതത്തിൽ പതുങ്ങി വന്നെത്തുന്ന പല അനുഭവങ്ങളുണ്ട്, പല വികാരങ്ങളുണ്ട്. അതിനെയൊക്കെ വളരെ ഭംഗിയായിട്ട് ആ കവിതകളിൽ പ്രതിപാദിക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ സത്വത്തെക്കുറിച്ച് ഇത്രയേറെ മനസ്സിലാക്കിയ ഒരു കവയിത്രിക്ക് തീർച്ചയായിട്ടും പ്രകൃതിയെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. സുഗതകുമാരിയുടെ കവിതകളിലുമൊക്കെ നമ്മളത് നിരവധി തവണ സൈലന്റ് വാലി, അട്ടപ്പാടിയെ സ്വപ്നം കാണുന്നു ഞാൻ തുടങ്ങിയ കവിതകളിലൊക്കെയും തന്നെ നമ്മളത് വായിച്ച് അറിഞ്ഞത് തന്നെയാണ്. 70കളിലും 80കളിലും ഒക്കെ സൈലന്റ് വാലി പ്രക്ഷോഭവുമായി മുന്നോട്ടിറങ്ങുമ്പോഴും ഭാഷയിലൂടെ, തൻ്റെ വാക്കുകളിലൂടെയാണ് ടീച്ചർ ശക്തമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ ശക്തമായ പ്രതിരോധം തീർത്തതെന്ന് നമുക്കറിയാം. ശ്രീമതി സ്മിത, ടീച്ചറിൻ്റെ അത്തരത്തിലുള്ള ഒരു മാറ്റം 60കളിൽ എഴുതി തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ വളരെ വലിയ മാറ്റമാണ് ടീച്ചറിൻ്റെ കവിതകളുടെ ആശയങ്ങൾക്കുണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ആശയം ഒരു സ്ത്രീ എഴുത്തുകാരി എന്നുള്ള ഒരു നിലയിൽ താങ്കൾ കാണുന്നത്? വളരെ ചുരുക്കി നമ്മളോടൊന്ന് പങ്കുവെക്കാമോ? എനിക്കതിൽ അത്തരം ഒരു അനുഭവം തോന്നിയിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത് എനിക്ക് രാത്രിമഴയെ കുറിച്ചാണ് പറയാനുള്ളത്. രാത്രിമഴ എന്നുള്ള കവിതയിൽ ശരിക്ക് ഒരു വ്യക്തിയുടെ എല്ലാ ഭാവങ്ങളും പ്രകൃതിയോട് യോജിപ്പിച്ച് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതിൽ രൗദ്രതയുണ്ട്, ആർദ്രതയുണ്ട്, സ്നേഹമുണ്ട്. അപ്പോൾ ഇതുമാതിരി ആ ഒരു എഴുത്തുകളിൽ നിന്നും ഏത് എഴുത്തുകാരിയാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറ്റം വരുമ്പോൾ അവരുടെ ഭാഷയിലും അവരുടെ സംസ്കാരത്തിലും അവരുടെ എല്ലാത്തിലും മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് കൂടെ കവിതകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് കവിതകൾ പറയുക എന്നുള്ളതിനേക്കാൾ അധികം ഒരുപാട് കാര്യങ്ങൾ ഒരു കവിതയിലൂടെ നമ്മളിലേക്ക് എത്തിപ്പെടുത്താൻ സുഗതകുമാരി ടീച്ചർക്ക് നന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൽ മഴയെക്കുറിച്ച് പറയുമ്പോഴും ആർത്തലച്ച് വരുന്ന മഴയുടെ ഒരു സ്നേഹം, അല്ലെങ്കിൽ അതൊരു മനുഷ്യൻ്റെ നിഗൂഢ മനസ്സിൻ്റെ പ്രണയമായിട്ടോ അല്ലെങ്കിൽ നിഗൂഢ മനസ്സുകളുടെ പല ഭാവങ്ങളായിട്ടോ കാണിക്കുന്നതിൽ ടീച്ചർ വിജയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത് പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളായിട്ട് കാണിക്കുന്നതിലും ടീച്ചർ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീമതി സ്മിത.